ഹലോ ഗൈസ്, ഷാനവാസ് എന്ന മരമണ്ടനെ കുറിച്ചാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇനി ഷാനവാസിന് മണ്ടിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇനി ഓരോരുത്തരിങ്ങനെ ചൂട്ടും കത്തിച്ച് വരും അല്ലേ. ഗൈസ്, ഒരു കാര്യം മനസ്സിലാക്കുക, ഷാനവാസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് എന്തായാലും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ജനഹൃദയങ്ങളിലേക്ക് നന്മവരെ കളിക്കാനും ഒക്കെ വേണ്ടിയിട്ടും വളരെ ഫണ്ണിയാണ് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയതായിരിക്കുന്ന ഗൈസ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ കളി കൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവൻ മറ്റേ നെവിൻ ഉണ്ടല്ലോ, നെവിൻ ആര്യൻ ഒക്കെ കളിക്കുന്ന ഒരു കളിയില്ലേ, അതുപോലെ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ചെയ്യണത്. പക്ഷെ അത് ഓപ്പോസിറ്റ് രീതിയിലാണ് സംഭവിക്കുന്നത്, ആളുകളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആളുകൾ എടുക്കുന്നത് എന്നാണ് ഇതിൻ്റെ ബലമായ സംശയമാണ് ഇട്ടൊക്കെ അറിയില്ല. എന്തായാലും യൂട്യൂബിൽ ഷാനവാസിനെ കുറിച്ച് വരുന്ന കമൻറ്റുകളൊക്കെ ഷാനവാസ് വൻ വെറുപ്പീരാണെന്നുള്ള ലെവലിലാണ് കേസേ. ഷാനവാസിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അതിക്ക് അത് PR ടീംസ് ആയിരിക്കാനാണ് കൂടുതലും സാധ്യത. മറ്റേത് സംഗതി എന്ന് വെച്ചാൽ ഷാനവാസിനെ അങ്ങനെ പൊക്കി വിടുന്ന രീതിയിലുള്ള ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഒരു റീൽ എവിടെയൊന്നും കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്യണ്ടേ. ഇത് നെവിൻ്റെയും ആര്യൻ്റെയും ദിവസങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിൻ്റെ ഗ്രാഫ് നേരെ താഴോട്ടാണ് കേസ്. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഷാനവാസിനെ കുറിച്ചുള്ളത്. ഷാനവാസ് ചെയ്യുന്ന വലിയ മണ്ടത്തരങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നത്, പെട്ടെന്ന് അവന് വലിയൊരു മാറ്റം വന്നിട്ട് ക്യൂട്ട്നെസ് എറിയണ പോലുള്ളൊരു സംഗതിയാണ് കളിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം വേറൊരാൾ സംസാരിക്കുമ്പോൾ അവരെ സംസാരത്തെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇതും ഷാനവാസിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും വേറൊരാളെ ലിസൺ ചെയ്യുന്നില്ല എന്നുള്ളത് ഷാനവാസിന് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളെന്നെ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ബിന്നി അവിടെ ഒരു കാര്യം സംസാരിക്കുക വിചാരിക്കാം, വിചാരിക്കല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് വിചാരിക്കുക, ബിന്നി ഒരു കാര്യം അവിടെ സംസാരിക്കണം, ബിന്നിയുടെ ഭാഗത്താണ് തെറ്റെന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ ഷാനവാസ് അവളെ സംസാരിക്കാൻ സമ്മതിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വിചാരിച്ചു കഴിച്ചിട്ട് ഇങ്ങനെ അടിക്കണത്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, ഇതൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. ഇപ്പോൾ അനീഷന് ഒരു കാര്യം 2, 3, 4 തവണ പറയുമ്പോൾ നമുക്ക് ക്രിഞ്ചടിച്ച പോലെയൊക്കെ തോന്നും. കാര്യം ശരിയാണ് അല്ലേ. അപ്പോൾ ഈ ഷാനവാസ് വേറൊരാൾ പറയണത് കേൾക്കാണ്ട് വെറുതെ ബഹളം കൂട്ടിയിട്ട് എന്താ പറയുക, ഇങ്ങനെ ആ ഒരു സാധനമല്ലേ, ഇത് എനിക്കിത് ഭയങ്കര അത് ഭയങ്കര പ്രശ്നമാണ് തോന്നുന്നു. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല തോന്നുന്നു, ആളുകൾ എങ്ങനെയാണ് അവൻ്റെ പെർഫോമൻസ് എടുക്കുക എന്നുള്ളത്. അതപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ പിന്നെ പുറത്ത് വാൻ സപ്പോർട്ടേഴ്സാണ്, അങ്ങനെ വാൻ സപ്പോർട്ടേഴ്സ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ഷാനവാസ് എനിക്ക് തോന്നുന്നില്ല. അനുമോളാണെങ്കിൽ ഓക്കെ അങ്ങനെയൊക്കെ, ഷാനവാസിന് അത്ര വലിയ സപ്പോർട്ടേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഷാനവാസിന് കാര്യമായിട്ട് ആളുകൾ സപ്പോർട്ട് ചെയ്തത് അനീഷുമായിട്ടുള്ള ആ ഒരു കോംബോയിലൂടെയാണെന്നാണ് എൻ്റെ വേറൊരു സംശയം. നേരത്തെ ഷാനവാസ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവന് സപ്പോർട്ടേഴ്സ് ഇല്ല എന്നല്ല, ഷാനവാസിന് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആളുകൾക്ക് ഷാനവാസിനെ നെഞ്ചിലേറ്റ് ചെയ്ത് ബിഗ് ബോസിലത്തെ കാര്യമാണ് പറയണത് അനീഷുമായിട്ടുള്ള കോംബോ ആണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ്. പിന്നെ ഷാനവാസ് ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ അക്ബറിനെ ഷാനവാസ് കുറ്റപ്പെടുത്തുന്നു, അതേപോലെ തന്നെ ഇപ്പോൾ ആരെ കുറ്റപ്പെടുത്തുന്നു, ഇപ്പോൾ അനീഷിനെയും കുറ്റപ്പെടുത്തുന്നു. എന്നാൽ പിന്നെ ഓൻ ഇതൊന്നു ആദിലേനെ കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെ ഇപ്പോൾ ആദിലയുടെ മൂഡ് താങ്ങിയിട്ട് ആദിലേനെ താങ്ങി പിടിച്ചിട്ടാണ് ഇപ്പോൾ നടക്കണത്. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. എന്നപ്പോൾ ഓൻ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഓനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണല്ലോ, എന്നാൽ അതൊറ്റല്ലേ ഇനി. അപ്പോൾ ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവിടെ ഗെയിം കളിക്കുന്ന ആളുകൾ അധിക കാലം അവിടെ നിൽക്കില്ല എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. PR ടീംസ് തലയിലേറ്റ് ഇങ്ങനെ നടക്കണ്ടാവും, കാരണം അത് അവരുടെ പണിയാണല്ലോ. അവരുടെ കണ്ടസ്റ്റൻസിനെ കാശെണ്ണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി പണിയെടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു സംഗതി ആയിരിക്കും. എന്നാലും സാധാരണ ആളുകൾ വേറൊരാൾ അവിടുത്തെ ഒരു കണ്ടസ്റ്റൻ്റ് വർത്തമാനം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് സംസാരിക്കുന്ന ആളുകളോട് വലിയ താല്പര്യം കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞപ്പോൾ സാബുമോൻ്റെ ഒരു ഇടപെടൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. അനീഷ് എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഈ കോമണർ കാർഡ് ഇറക്കി എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ബഹളം കൂട്ടിയാറില്ലേ, ആ സമയത്ത് അനീഷ് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഷാനവാസ് ഇടാക്കിയപ്പോഴേക്ക് അപ്പോഴേക്കുണ്ട് സാബുവിനെ വിട്ടാൽ മതി ഇത് എത്രയുള്ള കാര്യം പറഞ്ഞു. ഷാനവാസ് അതിൻ്റെ ഇടയിൽ ഒളിഞ്ഞു പോയി ഒരു നാട്ടുപ്രയോഗമാണ് അത്. അപ്പോൾ എന്തായാലും എനിക്ക് ഷാനവാസിനെ തീരെ പിടിക്കുന്നില്ല കുറേ ആയിട്ട്. അത് എന്താണെന്ന് വെച്ചാൽ അവന് ആ കോംബോ ടൈമിലൊക്കെ കുറച്ച് രസമായിട്ടൊക്കെ തോന്നുന്നു. അപ്പോഴും ഞാൻ ആ കോംബോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു, ഇതാവുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി ഷാനവാസ് കളിക്കുന്ന ഒരു കളിയാണ്, ആളുകളുടെ ഇഷ്ടം പിടിച്ച് പറ്റാൻ വേണ്ടി കളിക്കുന്ന ഒരു കളിയാണെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് ആ ഒരു സംശയം ബലപ്പെട്ടു, കൂടുതൽ ദൃഢപ്പെട്ടു. എന്തായാലും ആര്യനും നെവിനും നല്ല രീതിയിൽ കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്.
നല്ല രസമുണ്ട്. നല്ല സന്തോഷം അവരുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഈ ആര്യൻ്റെയും ഡേവിഡിൻ്റെയും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു പ്രത്യേകത കേട്ടോ. അവന്മാർക്ക് ഒന്നിനെക്കുറിച്ച് പേടിയില്ല. അവരൊന്നിനെക്കുറിച്ച് ബോധേഡല്ല, ലീസ്റ്റ് ബോധേഡാണ്. ബാക്കിയുള്ളവർക്ക് അവർ ഇമേജ് കോൺഷ്യസ് ആണ് തോന്നുന്നു. നെവിനും ആര്യനും കോൺഷ്യസ് അല്ല. കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. അങ്ങനെ തോന്നണ പോലെ ചെയ്യുക. അങ്ങനെ ഒരു ലെവലിലാണ് തോന്നുന്നത് കേസ്. എന്തായാലും അതായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ബൈ.